ബ്യൂട്ടിഫുൾ മോളോ. അമ്മേക്കുട്ടാ എന്താ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര ഫീൽ ചെയ്ത് പാടി. താരാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പൊ ദേ അടുത്തൊരു പാട്ട് താരാട്ട്. ശരത് സാറൊക്കെ ഉറങ്ങി വീഴാൻ പോകുന്നു, കൂർക്കം വലിക്കായിരുന്നു അവിടെ ഇരുന്ന്. അതെ, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല ഒന്നും. ശരത് സാറിന്റെ കൂർക്കം വലിയ അത് നിങ്ങൾക്ക് കൂർക്കം കാരണം കേൾക്കാൻ പറ്റില്ല, എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റില്ല. ഉറങ്ങിപ്പോയി പാടിയത് കൺമണി നീ. ഏതാ പാടിയ പാട്ട് പറഞ്ഞു. ഓക്കെ, ചോദിക്കാം. മഞ്ജരി ചേച്ചി. ചക്കരേ എന്താ? സൂപ്പർ, താങ്ക് യു മാം. നല്ല സ്വീറ്റ് ആയിട്ട് പാടി. താങ്ക് യു മാം. ഓക്കെ, നല്ല ഒരു പാറു പറഞ്ഞ പോലെ നല്ലൊരു താരാട്ട് പാട്ട്. നന്നായി. ഇത് ആരൊക്കെയാ ചെയ്തത്? ഇത് ഒരു ലേറ്റസ്റ്റ് ഹിറ്റ് അല്ലേ? ആരൊക്കെയാ അതിന്റെ പുറകിൽ? മ്യൂസിക് ചെയ്തിരിക്കുന്നത് അഫ്സൽ യൂസഫ് സാറ്, പിന്നെ ലിറിസിസ്റ്റ് അജീഷ് സാറ്, അജീഷ് സാർ, അജീഷ് ദാസൻ സാർ. ഓക്കെ,
പിന്നെ പാടിയത് ശ്രേയ ഘോഷൽ മാം. ഓക്കെ. പിന്നെന്താ മൂവി വിളിച്ച? ആ, കുർബാനി ആ. 2020. 2020. ഓ, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഈ പാട്ടിലേക്ക് എത്തി? വേറെ ചില പാട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ, അപ്പൊ അങ്ങനെ ഇങ്ങനെ സ്പോട്ടിഫൈയിൽ എടുത്തിട്ട് മാറ്റി മാറ്റി വരുമ്പോ മാറ്റി മാറ്റി ഒരു മാറ്റി പാട്ട് കിട്ടുമല്ലോ. ആ, അങ്ങനെ ഒരു പാട്ട് കിട്ടി. വെരി അപ്പൊ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു നൈസ് പ്രോസസ് അല്ലേ? നൈസ് പ്രോസസ്. നല്ല ഡ്രസ്സ്, നല്ല കളർ. അതെ, ഇതാരുടെയാണ്? ശരണ്യാൻറ്റി തയ്ച്ചു തന്നു ആസ് യൂഷ്വൽ. അതെ. നല്ല സുന്ദരിയായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് അമ്മയ്ക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണ്. ശരത് സാറും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നല്ല ടോണാണ് ആ കുട്ടിയുടെ. അതുപോലെ ഈ പാട്ടിൽ ഭംഗിയായിരുന്നു മോളെ പാട്ട് കേൾക്കാൻ. സുഖമായിട്ട് പാടി. ഇതില് ചില സ്ഥലങ്ങൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആവാം ആലാപ് പാടുമ്പോൾ. പിന്നെ ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ മോള് അടഞ്ഞു പോന്നു. കുറച്ചൊരു നമുക്ക് ക്ലാരിറ്റി വരണം. മോള് പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, ആ വാക്കുകൾ കേൾക്കണ്ടേ അല്ലേ? അപ്പൊ അകാരം, പിന്നെ ഈ ചില സ്ഥലങ്ങളിൽ എൻഡിങ്സ് വരുന്നിടത്തൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ആവാം. ഈ അക്ഷരങ്ങൾ ശരിയാകുമ്പോൾ തന്നെ പകുതി പ്രശ്നം തീരും. അതൊന്ന് കുറച്ചൊന്ന് ശ്രമിക്കണം കേട്ടോ. ഒരുപാട് ഞാനിങ്ങനെ എടുത്ത് പറയുന്നില്ല. ഇത് നന്നായി പാടിമോളൂ. പക്ഷെ എന്നാൽ ഇതിനകത്ത് ഒരുപാട് കുറച്ചുകൂടി നന്നാക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. മോളെ. എന്താ സാർ? കുഞ്ഞുവാവേ. എന്താ സാർ? എന്നെ പാടി ഉറക്കിയല്ലോ കൊച്ചെ. ഞാൻ എന്ത് പറയാൻ ഇതിന് നോക്കിട്ട്. ഇതിന്റെ സംഗീത സംവിധാനം ഒരു പാവം ചെക്കനാണ്, അഫ്സല്. ഇടയ്ക്ക് ഇപ്പൊ ഈ അടുത്തും വിളിച്ചിരുന്നു, ചെറുത്തിട്ടാം ഞാൻ അഫ്സലാണ്, ചെറുത്തിട്ടാം ഞാൻ പറയൂ. ഇവിടെ നീ മിമിക്രി പഠിക്കുന്നത്? അല്ല, ഇത് അഫ്സൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ചെറുത്തിട്ടാം. അപ്പോഴേ എനിക്കറിയാം. പിന്നെ അഫ്സൽ പരിചയപ്പെടുത്തും ആദ്യം പോലെ ഒന്നും കൂടെ. ഞാൻ എൻ്റെ ആവശ്യമേ ഇല്ല, എനിക്കറിയാം അഫ്സലേ, പറഞ്ഞോ ഒന്ന്. അപ്പം മക്കളെ, എന്തൊക്കെയാലും നല്ല സുഖമുള്ളൊരു പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. അപ്പൊ എനിക്ക് എന്താണ് ഓ തുമ്പി, അതെന്തായിരുന്നു സംഭവിച്ചത്? അതവിടെ താളം. അതാണ്. അതെന്താ അങ്ങനെ? എന്തുകൊണ്ടാ അങ്ങനെ പാടിയത്? താളം വേണ്ടേ കൊച്ചേ? നമുക്കൊന്ന് കൃത്യമായിട്ട് പാടിയാലോ? അനൂഫേ, നിന്റെ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ആ താളം ഒന്ന് ഇട്ട് കൊടുക്കാൻ പറയോ? തുമ്പി പോലെ വാനം ഉമ്മ തന്ന നേരം. താങ്ക് യു അനൂപ് മോളെ. അതിപ്പം ഇപ്പം ശരിയായി. അത് മോള് മറന്നുപോയല്ലേ ലിറിക്ക്. അത് എന്ത് പാടണമെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഇല്ലാതായി പോയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതല്ല, തുമ്പി പോലെ വാനമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പെട്ടെന്ന് എന്റെ ഉറക്കം അങ്ങ് പോയി. ലിറിക്സ് പറഞ്ഞില്ല, താളം. അത് തന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത്. പാടാൻ ആ എടുത്ത സ്ഥലവും ശരിയല്ലായിരുന്നു മോളെ. അതുകൊണ്ടാണ് ഓ തുമ്പി എന്ന് വന്നത്. ഓ തുമ്പി പോലെ വാനമല്ല, ഓ തുമ്പി പോലെ വാനം കണ്ടുപിടിച്ച അങ്ങനെ അത് കുഴപ്പമില്ല കേട്ടോ മക്കളെ. ആ വരവായി എന്നുള്ള ഒന്ന് ആ നോട്ടിനൊരു ക്ലാരിറ്റി വേണം. നമ്മൾ ഒന്നുകൂടെ പാടുമോ? കഥ അത് മധ്യമത്തിലേക്ക് വരുമ്പോൾ ഒരു ക്ലാരിറ്റി വേണ്ടേ? അത് കൊണ്ടങ്ങ് ഇട്ട് ഞങ്ങൾ പിന്നെ ആലോചിച്ചാണ്. ചില പഴയ സിനിമകളുണ്ട്, ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആലോചിച്ചുകൊണ്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണമായിരുന്നു. എൻ്റെ ശുഭത്തിൻ്റെ കൂടെ അതും കൂടെ കാണും. അതുപോലെ ഇത് ഏതൊരു നോട്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഹരി പറയുന്നത് ചേർച്ചേട്ടാ അത് ചെറിയമായിരിക്കും. ഞാൻ പറഞ്ഞു അല്ല വല്യമ്മ. അപ്പം മഞ്ചേരി പറഞ്ഞു അല്ല ഒട്ടുമല്ല പഞ്ചമമാണ്. അപ്പം ഞങ്ങൾ പിച്ചി കീറിയാണ്. ഒരിക്കലുമല്ല. ഇനി വേറെ മതി, അത് വേണ്ടെന്ന്. അല്ലേ? വായോ തുറക്കു വച്ചേ. അതിനൊരു ക്ലാരിറ്റി വരട്ടെ, ആ നോട്ടിൻ്റെ ഒരു ക്ലാരിറ്റി വരട്ടെ കേട്ടോ മോളെ. അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ ഒരു ലിറിക്ക് തന്നെ പിന്നെയും കേൾക്കേണ്ടി വന്നു. തെറ്റിച്ചല്ലേ? ഇല്ലെങ്കിൽ തുടങ്ങിപ്പോയി. പിന്നെ മറ്റേതങ്ങ് പാടുക. അത് കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ പറ്റുമല്ലേ മോളെ? നമുക്ക് ഓർമ്മ വരുന്നല്ലേ പാടാൻ പറ്റും. കുഴപ്പമില്ല. കരിയാണോ അതോ അവളോ കരച്ചിലോ? ഇവിടെ എല്ലാരും കരഞ്ഞു മടുത്തു. സൂപ്പർ സ്റ്റാറിൽ എല്ലാ പിള്ളേരും കരഞ്ഞിട്ടുണ്ട്. എനിക്ക് അജീഷ് ദാസിന്റെ അടുത്ത് ഒരൊറ്റ കാര്യം, ഒന്ന് മതിയായിരുന്നു. കഷ്ടപ്പെട്ട് എന്തിനായി രണ്ടാമത് എഴുതിയത്? ഈ കൊച്ചു മറന്നും പോയി. അജീഷ് ദാസൻ കേട്ടാൽ തന്നെ എന്ത് വിചാരിക്കും? മോളെങ്ങനെ ലിറിക്ക് മറക്കുന്ന?
നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേടാ, എത്രയോ വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ടല്ലേ പോയി എക്സാമിനേഷൻ എഴുതുന്നത്. ഇത് ആകെപ്പാടെ 12 വരിയും വെച്ചിട്ട് അതെങ്ങനെ മറക്കും? അത് പറയൂ, മറക്കുന്നത് എങ്ങനെയാണെന്നല്ല. അത് മോളെ അത് ചില വേറെ എന്താണ്ടൊക്കെ പരിപാടി ഉണ്ട്. ഈ ഓർമ്മ നമുക്ക് നല്ല കുറച്ചും കൂടെ ശക്തിപ്പെടുത്താനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ബ്രഹ്മി കഴിക്കൂ. ബ്രഹ്മനോ? ബ്രഹ്മി. ബ്രഹ്മി കഴിക്കോ, അതെന്തെങ്കിലും ചെയ്യും മോൾ. അത് നോക്കുക കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മറക്കരുത്. ആകെപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. ഇത് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 10 തവണ ചുമ്മാ ഇങ്ങനെ നോക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കും. പിന്നെ ഓരോ വരികളും മോളെ അത് കണക്ട് ചെയ്യുക, അതിൻ്റെ അർത്ഥം എന്താണ്. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെറ്റത്തില്ല, അല്ലേ? അത് നമ്മൾ അച്ഛനെക്കുറിച്ചാണ് പാട്ട്, അച്ഛനെക്കുറിച്ച് പാടി വരുന്ന സമയത്ത് അച്ഛൻ്റെ പ്രത്യേകതയൊക്കെ ആയിരിക്കും ആ പാട്ടിലുള്ളത്. പെട്ടെന്ന് അമ്മായിമ്മയുടെ കാര്യം കൊണ്ട് അതിന് ചേർത്ത് വെച്ചാലോ, എൻ്റെ അച്ഛൻ നല്ലവനാണ്, എൻ്റെ അമ്മായിയമ്മ എൻ്റെ ചിറിക്കിട്ട് കുത്തി എന്നാൽ ഒരു പാട്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ചേരത്തില്ല, അല്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം മോളെ. ആരും അതൊരു കണക്ഷൻ ഇല്ലാണ്ട് എഴുതത്തില്ല. അപ്പോൾ അതങ്ങനെ പഠിച്ചാൽ നമ്മൾ മറക്കത്തില്ല കേട്ടോ. നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. കുറച്ചാകുമ്പോൾ നമ്മുടെ ഓർമ്മയ്ക്കൊക്കെ കുറച്ച് കുഴപ്പം പറ്റും. പക്ഷെ ഈ സമയത്തൊക്കെ കത്തി ജ്വലിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അത്രേ ഉള്ളൂ മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ. അമ്മയാ എന്താ സാർ? അമ്മയെ തുടങ്ങിയ സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫസ്റ്റ് പല്ലവി ഭയങ്കര രസമായിരുന്നു. റെക്കോർഡിങ് പോലെ ഉണ്ടായിരുന്നു. ഇത്രയും നല്ല സ്വീറ്റ് ടോൺ മോക്ക് ചേരുന്നൊരു പാട്ടാണ് ചൂസ് ചെയ്തത്. അപ്പം മോളെ പിന്നെ എല്ലാം മഞ്ജരി ചേച്ചി ശരത്തേട്ടനും പറഞ്ഞു. എനിക്ക് ആ സെക്കൻഡ് ചരണം കംപ്ലീറ്റ്ലി വേറെ ലിറിക്സ്, അനുപല്ലവിയുടെ അതേ തന്നെ പാടി. അപ്പം ലിറിക്സ് തെറ്റിക്കുമ്പോൾ മാർക്സ് കുറയും. അതിപ്പോഴേ പറയാം, എത്ര നമ്മൾ നന്നായിട്ട് പാടിയാലും ഇവിടെ ലിറിക്സ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കണ്ടസ്റ്റൻസിന് അങ്ങനെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റഡ് ആവുന്നുണ്ട് മോളെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് മാർക്ക് കുറവായിരിക്കും. പിന്നെ തുമ്പി പോലെ വാനം, വരവായി, വരവായി അത് തന്നെ. ഇതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. ലിറിക്സ് ആയിരുന്നു ഇന്ന്. പിന്നെ കുറച്ചും കൂടി ഓപ്പൺ ആവാൻ തോന്നി. ഭയങ്കര അങ്ങ് ഒതുക്കി 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 ഒട്ടും കേൾക്കാത്ത പോലെ തോന്നി ചില സ്ഥലത്തൊക്കെ. കുറച്ചും കൂടി ഓപ്പൺ ആവാം. ഇപ്പം ഫസ്റ്റ് ഒരു 2 ലൈൻസ് ഒന്ന് പാടാവോ? മേ വിചാരണത്തിന്റെ ആദ്യത്തെ 2 വരി പാടിക്കും. ചില്ലിയിളം ചില്ലിയിളം കൊമ്പിൽ കൊമ്പിൽ ചെറുകൂട്ടിൽ കല്ലെറിഞ്ഞ നേരം തല്ലുകൊണ്ട് നീ ചിതറുമോരോ കിളിയായി നീ. അതൊക്കെ മോളങ്ങനെ വെറുതെ വിടരുത്. ആ നോട്ട്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഇല്ലേ? നീ നീ ചിതറുമോരോ 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 കിളിയായി നീ. അതൊരുപാട് അങ്ങ് സോഫ്റ്റ് ആക്കണ്ട. എല്ലാം സോഫ്റ്റ് ആയാലും നമുക്ക് കേൾക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ ഒരു ഷുഡ് ഗോ ഓൺ, റൈറ്റ്? അതിങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് വരണം. ഞാൻ കഴിഞ്ഞ റൗണ്ടിലും പറഞ്ഞു, ഇനി ഒന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഫിനാലെയാണ്. ഇനി ദർ ഇസ് നോ ടൈം. എല്ലാവരുടെയും എന്താ പറയുക, പ്രാക്ടീസ് സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ലിറിക്സ് തെറ്റിച്ചതാണ് ഒരു മോളെ ആകെ ഒരു പ്രശ്നമായത് ഇന്ന് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. അമ്മേക്കുട്ടാ, എന്താ പ്രാക്ടീസ് ചെയ്തില്ലേ? പ്രാക്ടീസ് ഒക്കെ ചെയ്തു. പെട്ടെന്ന് ഇനി എത്ര റൗണ്ട്സ് ഉണ്ട് ബാക്കി? ഇനി 3 കൂടെ ഉണ്ട്. 3 റൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഇത് 3ാമത്തെ റൗണ്ടാണോ? രണ്ടാമത്തെ. ഓക്കെ. അപ്പൊ ഇനി 3 പാട്ടും കൂടെ ഉണ്ട്. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സാർ. യെസ് ബോസ്. അമ്മയുടെ മാർക്ക് മക്കളെ എന്താ സാർ? 8.5 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ചേച്ചി സെയിം പിഞ്ച് 8.5. താങ്ക് യു മാം. ചേച്ചി. ഹരിച്ചേട്ടാ മാർക്സ്. ഓക്കെ. സോ ടോട്ടൽ 17. പിടിക്കണം നമുക്ക്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.